ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ തീയലാട്ടോ. ഇതൊരു തൊടുകറിയാട്ടോ. ഈ മലബാർ ഭാഗത്തുള്ള ആൾക്കാർക്ക് ഈ കറിയെക്കുറിച്ച് അധികം അറിയത്തുണ്ടാവില്ല. ഇത് കൂടുതലും കോട്ടയം തൊട്ട് അങ്ങോട്ടേക്കുള്ള ആൾക്കാരാണ് ഇത് കൂടുതൽ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. എൻ്റെയൊക്കെ വീട്ടിൽ ഈ കറി ഒരുപാട് ഉണ്ടാക്കും പല രീതിയിൽ. അപ്പോൾ ഇതുപോലെ വഴുതനങ്ങ വെച്ചിട്ട് ഞങ്ങൾ പാവയ്ക്ക, വെണ്ടയ്ക്ക, ഉള്ളി, തക്കാളി, മുരിങ്ങയ്ക്ക, ചെമ്മീൻ ഒക്കെ ഇതുപോലെ ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. ഫ്രണ്ട്സ്, എൻ്റെ പേര് രജിഷ മുരളി. എല്ലാവർക്കും സിമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഞാൻ 2 ചെറിയ വഴുതനങ്ങയായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു വലിപ്പമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ ആദ്യം വെള്ളം എടുത്ത് വെക്കുക. എന്നിട്ട് ഇത് വെള്ളത്തിലേക്കായിട്ട് അരിഞ്ഞിടേണ്ടത്. ഇതൊന്ന് 4ആയിട്ട് മുറിക്കാം കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു ഭാഗമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത് അധികം വണ്ണമില്ലാത്ത ഭാഗമാണെങ്കിൽ 2ആയിട്ട് മുറിച്ചാൽ മതി. അപ്പോൾ അത് ഇങ്ങോട്ട് വരുമ്പോൾ ഇച്ചിരി വലിപ്പമുണ്ട്. അപ്പോൾ ഞാൻ 4ആയിട്ട് കീറണത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചിടാം. ഇതിങ്ങനെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചേക്കണം. ഇനി ഇതിലേക്ക് വേണ്ട കുറച്ച് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി എടുക്കുന്നതാണ് ടേസ്റ്റ്. 12 ചെറിയ ഉള്ളിയാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലിയ ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2ആയിട്ട് കീറിയിടണം. അപ്പം ഇതുപോലെ കുഞ്ഞിതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അരിയൊന്നും വേണ്ട. അപ്പോൾ ഇതൊക്കെ കുറച്ച് വലുതാണ്. അപ്പോൾ അതിനെ ഒന്ന് നെടുകയൊന്ന് കീറിയിടാം. ഇതുപോലെ കീറിയിട്ടിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 2 പച്ചമുളക്. അതും ഇതുപോലെ തന്നെ ഒന്ന് നെടുകെ ഒന്ന് കീറിയിടാം. കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് കുറച്ച് പുളി വേണം. അപ്പം ഞാനൊരു ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള കഷ്ണമായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞു വരും കേട്ടോ. അതുപോലെ പുളി ചേർക്കുമ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുളിക്ക് ഭയങ്കര പുളിയാണ്. അപ്പോൾ ഞാൻ ഇത്ര ഇട്ടാൽ തന്നെ കറിക്ക് നല്ലൊരു പുളിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഇതിനൊരു അരപ്പുണ്ടാക്കണം. ഈ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് തേങ്ങയായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് കൊപ്ര കണക്കത്തെ തേങ്ങയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്യാം കേട്ടോ. അത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് തേങ്ങ യൂസ് ചെയ്യാം. നമ്മൾ വറുത്തരച്ചുണ്ടാക്കുന്ന കറിക്ക് കൊപ്ര കണക്കത്തെ തേങ്ങയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പും ഉണ്ടാകും. അതുപോലെ ഇത് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം ഈവനായിട്ട് തന്നെ മൂത്ത് വരികയും ചെയ്യും. ടേസ്റ്റുമാണ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലി, 4 വറ്റൽ മുളക്, അത് 2ആയിട്ടൊന്ന് പൊട്ടിച്ചിടാം. 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് വറുക്കുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ വറുക്കാനായിട്ട്. തേങ്ങ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബ്രൗൺ കളറായി. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചൂടാറിക്കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അധികം വെള്ളം ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയിട്ടുണ്ട്. ചൂട് നന്നായി പോയതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചതിന് ശേഷം അരയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലധികം വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇനി ഇത് ഒന്നും കൂടെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം അരയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട്, അപ്പോൾ ടോട്ടൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടായിട്ട് ഇതൊന്ന് അരച്ചെടുത്തത്. അപ്പോൾ ആദ്യം 1/4 കപ്പ് വെള്ളം വെച്ചിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചിട്ട് ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റായിട്ടാണ് ഇപ്പോൾ അരച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ആ സെയിം പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, വഴുതനങ്ങ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാം.
ഇത് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. 1/2 കപ്പ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലൊഴിച്ചേക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കുക. ഇത് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെക്കാം. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരണം. ഇതെന്തായി നോക്കാം. നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയേക്കുന്നതുകൊണ്ട് ഇതങ്ങ് ഉടഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. അതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് നമ്മൾ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് അതൊന്ന് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കാം. ഇത് കണക്ക് അലിയിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അരിച്ചൊഴിക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അധികം വെള്ളം ചേർക്കണ്ട കേട്ടോ. ഇത് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറയ്ക്കുക. ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അന്നേരം നമ്മൾ ഈ ചേർത്തേക്കുന്ന അരപ്പ് ഈ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി. അപ്പോൾ ഇതിന് എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണയുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാട്ടോ ഇരിക്കുന്നത്. ഇതിനേക്കാളും കുറുകിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇച്ചിരി കുറച്ച് ഗ്രേവി ഉണ്ട്. ഇനി ഇതിലേക്കൊന്ന് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, ഒരു ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു വറ്റൽ മുളക്. ഉള്ളി ഒരു ബ്രൗൺ കളർ ആവണം. അതായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ഈ കറിയിലേക്ക് ഒഴിക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇത് ചൂടാറി കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് തിക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. ഇത് വേണമെന്നുണ്ട്. ഇത് ശരിക്കും തീയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഗ്രേവി ഉണ്ടാവില്ല. കുറച്ചും കൂടെ കുറുകിയിട്ടാട്ടോ ഇരിക്കുന്നത്. ഒരു തൊടുകറിയാണിത്. അപ്പോൾ ഇത് ചോറിനൂടെ കഴിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ സദ്യക്കും ഇത് വിളമ്പൂട്ടോ ഈ കറി. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.